നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസ് ആയിരുന്നു അല്ലേ? കസ്റ്റംസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്തു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, എൻട്രി നമ്പർ എത്രയാണ്, ഷെഡ്യൂൾ എത്രയാണ്, വർഷങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിച്ചു, ഇമ്പോർട്ട് എന്താണ്, എക്സ്പോർട്ട് ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു, ട്രാൻസിറ്റ് ഗുഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്ത് തീർത്ത ഫസ്റ്റ് ചാപ്റ്റർ. കുഴപ്പമില്ലല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ കസ്റ്റംസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്. എന്താടാ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എങ്ങനെയാണ്? ഒരു PDF കോപ്പിയുടെ സഹായം വെച്ചിട്ടല്ലേ. പക്ഷേ എനിക്ക് അതിൽ പഠിപ്പിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരുപാട് എക്സാമ്പിൾസും എനിക്ക് റിയൽ വേൾഡായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ GST പഠിച്ചില്ലേ, അതുപോലെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ PDF മാറ്റിയിട്ട് ആ PDFിലുള്ള അതേ കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ നോട്ട്സ് വെച്ചിട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വട്ടം GST പഠിച്ചതുപോലെ സിമ്പിളായിട്ട് പഠിക്കാം. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. 2ാമത്തെ ചാപ്റ്റർ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്. എന്താടാ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്? നമുക്കറിയാം 2 തരത്തിലുള്ള ഡ്യൂട്ടീസാണുള്ളത്. 2 തരത്തിലുള്ള ഡ്യൂട്ടീസാണുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, നോട്ടിലൊന്നും നോക്കണ്ട. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ്? അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടാവും. ഓക്കെ. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടാവും. ഓക്കെ അല്ലേടാ? ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്നും പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ ഗുഡ്സ് കയറ്റി അയക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടിയുടെ പേരാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അതുപോലെ പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഗുഡ്സ് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുമ്പോൾ അവിടെ നമ്മൾ പേ ചെയ്യേണ്ട ഡ്യൂട്ടിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് 2 കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട്. നോക്കി, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. എന്താടാ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്? ഇതിനെ പറ്റി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ പറയുന്നത് ഇതാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ കസ്റ്റംസ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഫുള്ള് പ്രൊവിഷൻസ്, റൂൾസ്, ടൈപ്പ് ഓഫ് ഗുഡ്സ്, ഡെഫിനിഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് കസ്റ്റംസ് ആക്ട് 1962 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? പറ. കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെയും റേറ്റ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഷെഡ്യൂൾ നമ്പർ 1 നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 8 ടൈപ്സ് ഉണ്ട്. 8 ടൈപ്പ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്. ആ 8 ടൈപ്പ് നമ്മൾ പഠിക്കും. ആ 8 ടൈപ്പും നമ്മൾ ഇനി വരുമ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പഠിക്കും. അടുത്ത എന്താണെന്ന് നോക്കിയിടാ, എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. എന്താണ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്? എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ താഴെ ഞാനിവിടെ എന്ത് എഴുതിയിട്ടേക്കുന്നത്? ഒരു എക്സംപ്ഷണൽ കേസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം ഇവിടുത്തെ ആ എക്സെപ്ഷണൽ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പഠിക്കാം. കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേറ്റ് ഗിവൺ ഇൻ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975. കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 സെക്കൻഡ് ഷെഡ്യൂളിലാണ് നമ്മുടെ എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് 18 പ്രൊഡക്ട്സ്. എത്രയാണ്? 18 പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ഡ്യൂട്ടീസ് 8 ടൈപ്പ് ഉണ്ട്. 8 ടൈപ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്. 8 തരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടീസാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ഇവിടെയാണെങ്കിലോ 18 പ്രോഡക്റ്റുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ 18 പ്രോഡക്ട്സിന് മാത്രമായിരിക്കും എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടാവുക. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും. ഇമ്പോർട്ട് ഡ്യൂട്ടീസും എക്സ്പോർട്ട് ഡ്യൂട്ടീസും. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒരു 8 ഡ്യൂട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. 8 ടൈപ്പ് ഓഫ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് മൊത്തം 8 ഉണ്ട്. ആ 8 നമുക്ക് പഠിക്കാം, പ്രശ്നമില്ല, സിമ്പിൾ കാര്യമാണ്, നമ്മൾ പഠിക്കും. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. അതെന്തിൻ്റെ ഒരു എക്സംഷനാണ്? ഏതോ ഒരു ലോയോ അല്ലെങ്കിൽ ഏതോ ഒരു പ്രിൻസിപ്പലിനെ നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി മേടിക്കുന്നത്. അത് നമുക്കിനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. അത് 18 പ്രോഡക്ട്സ്, 18 പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി മേടിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് കൂടി എഴുതിയിരിക്കുന്നത് നോക്കിയേ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു MCQന് ചോദിക്കാൻ വരുന്നൊരു ചോദ്യമാണ്. എന്താണെന്നറിയാമോ? നമുക്ക് നോട്ട്സ് ഒന്നും വേണ്ട, അല്ലാണ്ട് പറയാം. അതായത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിരിക്കും വരുന്നത്. എത്ര ടൈപ്പ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്? 8 ടൈപ്പ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരും. അങ്ങനെ വന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ട ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു 90 രൂപ. എത്രയാടാ? ഒരു 90 രൂപ, 90 റുപ്പീസ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ പറയാണ്, ഈ കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പോൾ അവരെ കൊണ്ട് വെറും 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി അത് 100 രൂപയിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 100 രൂപയോ 100 രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ട.
ഓക്കെ അല്ലേ? ഒരു MCQ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ മിക്കപ്പോഴും മറന്നുപോയി സാധനം, പക്ഷേ ഓർത്ത് വെച്ചിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി, അത് ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും, അത് 100 രൂപയോ 100 രൂപയിൽ താഴെയാണെങ്കിൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നോ ഡ്യൂട്ടി ഷാൽ ബി കളക്റ്റഡ് ഇഫ് ദ എമൗണ്ട് ഓഫ് ഡ്യൂട്ടി ലെവിയബിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 റുപ്പീസ്. 100 രൂപയിൽ താഴെയാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സംഷണൽ കേസാണെന്ന്. നമുക്കത് എന്തുകൊണ്ടാണ് അത് എക്സംഷണൽ കേസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന വേറെ 2 കാര്യങ്ങൾ ഞാൻ താഴെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആ 2 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് 2 പ്രിൻസിപ്പിൾസാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2 പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ പല പ്രാവശ്യം പലയിടത്ത് കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും കുഴപ്പമില്ല, ഓർമ്മയില്ലെങ്കിലും നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിക്കും. പ്രിൻസിപ്പിൾസ് 2 എണ്ണം. ഒന്നെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ. എന്താടാ? ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ. 2 എന്ന് പറയുന്നത് ഒറിജിൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. എന്താണ്? ഒറിജിൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് പഠിക്കാം ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നും ഒറിജിൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ എന്താണെന്നും. അതായത് ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ GST എന്ന് പറയുന്ന കൺസംഷൻ ബേസിലാണ് നമ്മൾ ടാക്സ് മേടിക്കുന്നതൊക്കെ GSTയിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? കൺസംഷൻ ബേസിലാണ് ടാക്സ് മേടിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എക്സാമ്പിൾ അതൊന്നും വേണ്ട, GSTയും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടായിരുന്നു, നമ്മളല്ലാണ്ട് പഠിക്കാം. എന്താണ് ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിളും എന്താണ് ഒറിജിൻ പ്രിൻസിപ്പിളും, ഒറിജിൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കാം. അതായത് ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് കേരളയിലാണ്. ഓക്കെ അല്ലേ? അത് നമ്മൾ സെയിൽ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ സെയിൽ ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ആ ഗുഡ്സ് സെയിൽ ചെയ്ത് എവിടെയാണോ അത് കൺസ്യൂം ചെയ്യുന്നത്, തമിഴ്നാട്ടിലല്ലേ നമ്മൾ സെയിൽ ചെയ്യുന്നത്, അപ്പോൾ തമിഴ്നാട്ടിലായിരിക്കില്ലേ അത് കൺസ്യൂം ചെയ്യുന്നത്. ആ തമിഴ്നാട്ടിനായിരിക്കും എന്ത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ, ഇനി ഒറിജിൻ പ്രിൻസിപ്പിൾ ആണെങ്കിലോ, കേരളത്തിലാണ് ആ ഗുഡ്സ് ഒറിജിൻ ചെയ്യുന്നത്, കേരളത്തിലാണ് നമ്മൾ ആ ഗുഡ്സ് ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിനായിരിക്കും ആ ഗുഡ്സിൻ്റെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് കളക്റ്റഡ് ബൈ കൺസംഷൻ സ്റ്റേറ്റ് ആവാം, ചിലപ്പോൾ അത് കൺട്രി ആവാം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അടുത്ത് എവിടെയാണെങ്കിലോ ടാക്സ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഓഫ് ഒറിജിൻ, നമ്മുടെ ഒറിജിൻ. ഓക്കെ അല്ലേ? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കസ്റ്റംസ് ആക്ടിനെ പറ്റി സംസാരിക്കാം. ഈ കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ടാക്സ് സിസ്റ്റമാണ് അല്ലേ? നമ്മുടെ സ്റ്റേറ്റുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, അത് ലോകരാജ്യങ്ങളിൽ മുഴുവനുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നോക്കി, ഇന്ത്യ സ്വന്തമായിട്ട് ഇന്ത്യക്ക് കസ്റ്റംസ് ആക്ട് ഉണ്ട്. നമ്മൾ വിൽക്കുകയാണ്, പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മളിപ്പോൾ 200% ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം. 200% നമ്മുടെ ഇഷ്ടപ്രകാരം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്കും ഇന്ത്യയിലുള്ള സാധനങ്ങൾ പുറത്തേക്കും പോകണം. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ടാക്സ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി വേണം. ആ ബോഡിയാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താടാ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മളെ WTO പറഞ്ഞിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ രീതിയിൽ, അവരുടേതായ കൾച്ചറിലും അവരുടേതായ ആശയങ്ങളിലും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റംസ് ആക്ട് ഫോം ചെയ്യാം. പക്ഷേ അതിന് അപ്രൂവൽ ഞങ്ങൾ തരും. ഞങ്ങൾ പറയുന്ന ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ കസ്റ്റംസ് ആക്ട് ഫോർമുലേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ആക്ട് 1962, ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962 ഒരു ഇൻ്റർനാഷണൽ ടാക്സ് സിസ്റ്റമാണ്. അതും നമ്മുടെ WTO പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മളും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റംസ് ആക്ടാണ് നമ്മുടെ WTO ആണ് നമ്മുടെ രാജാവ്. WTO ആണ് നമ്മുടെ രാജാവ്. ഓക്കെ, ഇനി ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആഫ്രിക്കയിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കസ്റ്റംസ് ആക്ട് എന്താണ്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന എക്സാമ്പിളിൽ നിങ്ങൾ പറ, ആർക്കാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതെന്ന്. ഓക്കെ, ഇവിടെ നോക്കി, നമ്മുടെ ഇന്ത്യ ആഫ്രിക്കയിലേക്ക് എന്ത് ചെയ്യാണ്? ഗുഡ്സ് കയറ്റി അയക്കുകയാണ്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ആക്ട് എന്താണ്? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ കൺസംഷൻ എവിടെയാണ്? ആഫ്രിക്കയിലാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കക്കാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ റൈറ്റുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇമ്പോർട്ട് ഡ്യൂട്ടി. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഇമ്പോർട്ട് ഡ്യൂട്ടി കളക്ട് ചെയ്യും.
ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി വരത്തില്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് ഏതെങ്കിലും ഒരു സാധനമൊക്കെ കയറ്റി അയക്കുകയാണെങ്കിൽ നമുക്കവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എക്സംഷണൽ കേസാണ്. എന്താണ്? ഒരു എക്സംഷണൽ കേസാണ്. കാരണം നമ്മുടെ കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് മൊത്തം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പലിനെ ഇല്ലാതാക്കുന്ന ഒരു ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിനെ എക്സംഷണൽ കേസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ WTO പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എക്സ്പോർട്ട് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്തോളാൻ. എല്ലാത്തിനും ഇല്ല. കുറച്ച് പ്രോഡക്റ്റ്, ഒരു 18ഓളം പ്രോഡക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 18ഓളം പ്രോഡക്റ്റ്, 18-19 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ പ്രോഡക്റ്റുകൾക്ക് അതിൻ്റേതായ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. 10%, 20% ഒക്കെ അതിൻ്റേതായ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റിൽ നിങ്ങൾ എക്സ്പോർട്ട് ഡ്യൂട്ടി കളക്ട് ചെയ്തോളാൻ. മനസ്സിലായോ? അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ റേറ്റ് എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആവശ്യമുള്ള ഒരു സാധനം, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു സാധനം, അത് നമ്മൾ പുറത്തോട്ട് ആവശ്യമില്ല അനധികൃതമായിട്ട് കയറ്റി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കയറ്റുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഒരു 18 പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ലക്ഷറി പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിട്ടുതരാം. ഇപ്പോൾ നിങ്ങളിത് മാത്രം അറിഞ്ഞാൽ മതി. ആ പ്രോഡക്റ്റ് ഏതാണെന്നും റേറ്റ് ഏതാണെന്നും നിങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിന് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. നമ്മളെ ടെക്സ്റ്റിലും എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് എക്സ്പോർട്ട് ഡ്യൂട്ടിയെ നമ്മൾ എക്സംഷണൽ കേസ് എന്ന് വിളിച്ചത്? മനസ്സിലായോ? എന്തുകൊണ്ടാണ്? കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പൽ ഫോളോ ചെയ്യുന്ന ഒരു ആക്റ്റാണ്. ആ ആക്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ആക്റ്റാണ്. അതിനെ ഗവേൺ ചെയ്യുന്നത് WTO ആണ്. അങ്ങനെ WTO അതൊരു ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിളാണ്. എവിടെയാണോ നമ്മൾ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് അവിടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. പക്ഷേ ഒരു 18 ഗുഡ്സ് നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു 18 ഗുഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ റേറ്റ് ഉണ്ട്. ആ റേറ്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡ്യൂട്ടി, അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി കളക്ട് ചെയ്യാം. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഡ്യൂട്ടിയെ പറ്റിയിട്ടുള്ള, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടിയെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്കിതിൽ ഓരോ ഡ്യൂട്ടീസും പഠിക്കാം. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എത്ര എണ്ണം പഠിക്കാനുണ്ട്? ഒരു 8 എണ്ണം പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 8 ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമുക്കങ്ങ് തുടങ്ങാം. നോക്കിയേ, ടൈപ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ആ 8 എണ്ണത്തിൽ ആദ്യത്തേത്, ഒന്നാമത്തേതാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? കേട്ടിട്ടുണ്ട്, എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാണ് കേട്ടിട്ടുള്ളത്? നമ്മൾ GST പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ഒരു ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയോടൊപ്പം ഒരു IGST കൂടി ഈടാക്കും എന്നൊക്കെ നമ്മൾ എവിടെയോ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട, ഇതവിടെ പെൻഡിങ് വെച്ചേരാ, പിന്നെ എപ്പോഴെങ്കിലും വരുമ്പം പഠിക്കുമെന്ന്. അത് പഠിക്കാനുള്ള സമയം വന്നിട്ടുണ്ട്. അത് പഠിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയടാ, നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ത്യയിൽ നിന്നും പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ ഗുഡ്സ് കയറ്റി അയക്കുകയാണ്, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. സെക്ഷൻ 12 ആണ് അത് പറയുന്നത്, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അതായത് നമ്മൾ ഏതൊരു ഗുഡ്സ് കയറ്റി അയച്ചാലും അതിനകത്ത് എന്ത് വരും? ബേസിക് കസ്റ്റം ഡ്യൂട്ടി വരും. എല്ലാ ഗുഡ്സിനകത്തും വരും. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ കസ്റ്റംസ് ആക്ട് 1962 പ്രൊവിഷൻസും റൂൾസും കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റേറ്റ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഷെഡ്യൂൾ നമ്പർ 1 ഷെഡ്യൂൾ നമ്പർ 1 എന്തുകൊണ്ടാണ് ഷെഡ്യൂൾ നമ്പർ 1 ഇമ്പോർട്ട് ഡ്യൂട്ടീസിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ടുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എവിടെയായിരിക്കും? ഷെഡ്യൂൾ നമ്പർ 1 പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി ബുക്കൊന്നും നോക്കണ്ട. ഈ റേറ്റ് 2 എണ്ണം ഉണ്ട്. ഈ റേറ്റിൻ്റെ എത്ര എണ്ണം ഉണ്ട്? 2 തരത്തിലുള്ള റേറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ്? അല്ലെങ്കിൽ നമുക്ക് അതിനെ ജനറൽ റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ. രണ്ടാമത്തത് പ്രിഫറൻഷ്യൽ റേറ്റ്. എന്താണ് പ്രിഫറൻഷ്യൽ റേറ്റ്? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ്, രണ്ടെന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ റേറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. നമുക്ക് പഠിക്കാം. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം. നമുക്ക് എന്ത് വേണം? ഒരു സ്മാർട്ട് ഫോൺ വേണം. കുറേ നാളത്തെ ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു ഫോൺ മേടിക്കണമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ പൈസയൊക്കെ സെറ്റാക്കിയിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? സ്മാർട്ട് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് ഫോണിൻ്റെ വില സെർച്ച് ചെയ്തപ്പോൾ 15,000 രൂപ, 15,000 റുപ്പീസ്. ആമസോണിൽ നോക്കി, അവിടെ അതേ സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ
പുറത്തുള്ള കടകളിൽ സെർച്ച് ചെയ്തു, നമ്മുടെ സാധാ റീറ്റെയിൽ ഷോപ്പുകളിലെല്ലാം സെർച്ച് ചെയ്തപ്പോൾ അവിടെയും 15,000 രൂപയാണ്. അപ്പോൾ എവിടെ നിന്ന് എടുത്താലും അതിന് 15,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആ റേറ്റിന് നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ്, നോർമൽ റേറ്റ്, ജനറൽ റേറ്റ് എന്നൊക്കെ വിളിക്കാം അല്ലേ? ആ പ്രോഡക്റ്റിന് നോർമലി നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട വിലയാണ് ജനറൽ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലെങ്കിൽ നോർമൽ റേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്താണ്? പറ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ജനറലി മേടിക്കുന്ന ഒരു റേറ്റ് ഓഫ് ടാക്സ് ആണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രിഫറൻഷ്യൽ റേറ്റ് എന്താണെന്ന് പഠിക്കാം. അതായത് നമ്മൾ ഈ സ്മാർട്ട് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ ഒരു ചങ്കിൻ്റെ കടയിലാണ്. നമുക്കൊരു ചങ്കുണ്ട്, ആ ചങ്കിനൊരു സ്മാർട്ട് ഫോൺ സെയിൽ ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. നമ്മൾ ആ കടയിലോട്ട് പോയിട്ട് പറയാണ്, എടാ എനിക്കൊരു സ്മാർട്ട് ഫോൺ വേണം, എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞു എടാ ദാണ്ട് ഇതാണ് സാധനം, ഇതിന് 15,000 രൂപയാണ് വില. നീ ഒരു കാര്യം ചെയ്യ്, 12,000 രൂപ തന്നിട്ട് എടുത്തോ, എൻ്റെ കോസ്റ്റ് മാത്രം മതി, എനിക്ക് ലാഭമൊന്നും വേണ്ട, നീ 12,000 രൂപ തന്നിട്ട് എടുത്തോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഹാപ്പി. 12,000 രൂപയ്ക്ക് നമ്മൾ ആ സാധനം വാങ്ങിക്കൊണ്ട് പോകും. ആ റേറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് വിളിക്കുന്നത്. ആ റേറ്റിനാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ കസ്റ്റംസിൻ്റെ പരമായിട്ട്, കസ്റ്റംസിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയായിട്ട് ഓക്കെ, നമ്മളും നമ്മുടെ ചങ്കും തമ്മിൽ എന്തുണ്ട്? ഒരു നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലേടാ നമ്മുടെ ചങ്കം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? മോസ്റ്റ് ഫേവേർഡ് നേഷൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മോസ്റ്റ് ഫേവേർഡ് നേഷൻസ്. അപ്പോൾ ഇന്ത്യയുടെ ചങ്ക്, അതായത് ഇന്ത്യയുടെ മോസ്റ്റ് ഫേവേർഡ് നേഷൻസിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുത്താൽ മതി. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് 10 ആണെങ്കിൽ പ്രിഫറൻഷ്യൽ റേറ്റ് 6 കൊടുത്താൽ മതി. മനസ്സിലായോ? അതായത് ഇന്ത്യയുടെ ചങ്ക് എന്ന് പറയുന്ന പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? കുറഞ്ഞ റേറ്റ് ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുത്താൽ മതി. പ്രശ്നമില്ലല്ലോ. മോസ്റ്റ് ഫേവേർഡ് നേഷൻസ്. ഇനി അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിന് കുറച്ച് എന്തുണ്ട്? കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മൊത്തം 3 കണ്ടീഷൻസ് ആണുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് വന്നതെന്ന് നമ്മൾ തെളിയിക്കണം. നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് ഈ ഗുഡ്സ് കൊണ്ടുവന്നതെന്ന് തെളിയിക്കണം. അതായത് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ്, അതായത് നമ്മുടെ ഗവൺമെൻറ് സ്പെസിഫൈ ആയിട്ടുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് നമ്മൾ തെളിയിക്കണം. അതായത് നമ്മുടെ കയ്യിലൊരു എന്ത് വേണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം. എന്ത് വേണം? ആ ഗുഡ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഇന്ന സ്ഥലത്ത് നിന്നാണ് തെളിയിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ഏതാണോ അവിടെ നിന്ന് തന്നെ കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം. ഓക്കെ. ഇനി രണ്ടെന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പോരാ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണെന്ന്, ഞങ്ങൾ പറയണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആര്? സെൻട്രൽ ഗവൺമെൻറ് പറയണം. അതായത് സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മോസ്റ്റ് ഫേവേർഡ് നേഷനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അത് മാത്രമാണ് മോസ്റ്റ് ഫേവേർഡ് നേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടെന്ന് പറയുന്നത് ആ ഗുഡ്സ് മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് വന്നതെന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം, ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. അതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് വന്നത്, ഞങ്ങൾക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് തരൂ എന്ന് നമ്മൾ ക്ലെയിം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജപ്പാൻ നമ്മുടെ മോസ്റ്റ് ഫേവേർഡ് നേഷനാണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. നിങ്ങൾ ജപ്പാനിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ കൂടെയാണ് സാധനം കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പറയൂല, ഇത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നത്, ജപ്പാൻ നമ്മുടെ മോസ്റ്റ് പ്രിഫേർഡ് നേഷനാണ്, ഫേവേർഡ് നേഷനാണ്, നിങ്ങൾക്ക് പ്രിഫറൻഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി പേ ചെയ്യാമെന്ന് അവർ പറയൂല. നമ്മൾ അവരോട് ക്ലെയിം ചെയ്യണം. എന്ത്? ഈ ഗുഡ്സ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്, ആ ജപ്പാൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഫേവേർഡ് നേഷനാണെന്നാണ്, ആ ജപ്പാനിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് ക്ലെയിം ചെയ്യുവാണ്, എനിക്ക് നമ്മുടെ പ്രിഫറബിൾ റേറ്റ്, പ്രിഫറൻഷ്യൽ റേറ്റിന് നിങ്ങൾ ഡ്യൂട്ടി പേ ചെയ്യാൻ അനുവദിക്കണമെന്ന് നമ്മൾ ക്ലെയിം ചെയ്യണം. 3 കണ്ടീഷൻസ് മനസ്സിലായോ? 1 നമ്മൾ ക്ലെയിം ചെയ്യുക, 2 മോസ്റ്റ് പ്രിഫേർഡ് നേഷനിൽ നിന്നായിരിക്കണം, 3 എന്ന് പറയുന്നത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ അല്ലേ? നോക്കിയിടാ. സ്പെസിഫിക് ക്ലെയിം ഫോർ പ്രിഫറൻഷ്യൽ റേറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ ഇമ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ട്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലെയിം നടത്തിയിരിക്കണം. അടുത്ത എന്താണ്? മോസ്റ്റ് ഫേവേർഡ് നേഷൻ നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975. അടുത്ത എന്താണ്? ഗുഡ്സ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ഇൻ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ നമ്മുടെ കയ്യിൽ വേണം. ഇത് ബിഗിനിങ്ങിൽ നിന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഒറിജിനാണ് കേട്ടോ. അത് ഒറിജിനാണേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് പോയാ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ജനറൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി സാധാ മേടിക്കുന്നത് 10% ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി നോർമലി മേടിക്കുന്നത് എന്താണ്? 10% ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് കുറേ കാമുകനെയും കാമുകയാണ് പഠിക്കാൻ പോണത്.
ആരെ പഠിക്കാൻ പോകണം? കുറേ കാമുകനെയും കാമുകയും ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. നമ്മളിനി 8 ഇമ്പോർട്ട് ഡ്യൂട്ടീസ് പഠിക്കണ്ടേ? ആ 8 ഇമ്പോർട്ട് ഡ്യൂട്ടീസ് പഠിക്കാൻ നേരത്ത് ഒരു 2-3 പേര് കാമുകനെയും കാമുകയും നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാമുകൻ അല്ലെങ്കിൽ ലവർ ലൈനാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഒന്നും കൂടെ പറഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ലവർ അല്ലെങ്കിൽ ലൈനാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ്. അപ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എവിടെ വരുമോ അവിടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് വരും. ഓക്കെ അല്ലേ? ഇനി സോഷ്യൽ വെൽഫെയർ സർചാർജ് എവിടെ വരുമോ അവിടെ നമ്മളെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും വരും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് കേട്ടാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും, തിരിച്ച് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് കേട്ടാൽ സോഷ്യൽ വെൽഫെയർ സർചാർജും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലൈൻ ആരൊക്കെയാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും. ഓക്കെ അല്ലേ? ഇനി നോക്കി, ആ സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം. അതായത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഈ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ഒരു നമ്മൾ ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയെ പറ്റി സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റി അടുത്ത പേജിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആവും. എങ്കിലും ഞാൻ പറയാം. അതായത് നമ്മുടെ ജനറൽ റേറ്റ് എന്താണ്? 10% ആണ് അല്ലേ? എന്തിൻ്റെ 10%? നമ്മുടെ എത്രയാണോ അതിൻ്റെ വാല്യൂ, ആ വാല്യൂവിൻ്റെ 10% ആണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, ആ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കണം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കണം. ഓക്കെ അല്ലേ? നമ്മൾ ഇൻകം ടാക്സ് പഠിച്ചപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് പഠിച്ചില്ലേ? ഒരു 4%. അതാരും പറയൂല. ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ 4% ഈടാക്കും, നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ എടുത്തില്ലെങ്കിൽ, അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ മാർക്ക് കുറയും. ഓർമ്മയുണ്ടോ? അതുപോലെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10% എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ 10%ൻ്റെ 10% ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സർചാർജ് കൂടി നമ്മൾ എടുക്കണം. സോഷ്യൽ വെൽഫെയർ സർചാർജ് കൂടി എടുക്കണം. ഇനി എവിടെയും പറയൂല സോഷ്യൽ വെൽഫെയർ സർചാർജ് എപ്പോഴും 10%. ഓർത്ത് വെച്ചിരിക്കുക, സോഷ്യൽ വെൽഫെയർ സർചാർജ് എപ്പോഴും 10%. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എഫക്റ്റീവ് റേറ്റ് എത്രയെന്ന് പറയാം? നോക്കി, 10%. നോർമലി 10%. ആ 10%ൻ്റെ 10%, അതായത് 10ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റേറ്റ് നമുക്ക് 11 എന്ന് പറഞ്ഞൂടെ? 11% ആണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എഫക്റ്റീവ് റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? പ്രശ്നമല്ലോ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയെ പറ്റിയിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? പറ ഇതുവരെ പഠിച്ച കാര്യം പറ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി സെക്ഷൻ 12 ആണ്. ഷെഡ്യൂൾ നമ്പർ 1 കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് 2 എണ്ണം ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റും പ്രിഫറൻഷ്യൽ റേറ്റും. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് അല്ലെങ്കിൽ ജനറൽ റേറ്റ്. പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ അവിടെ കൊടുക്കേണ്ട റേറ്റാണ് പ്രിഫറൻഷ്യൽ റേറ്റ്. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മോസ്റ്റ് പ്രിഫേർഡ് നേഷനിൽ നിന്നായിരിക്കണം. അത് നമ്മുടെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കണം. പിന്നെന്താ, നമ്മളവിടെ ക്ലെയിമും ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? പ്രശ്നമല്ലോ. ഇനി ജനറൽ റേറ്റ് 10%, എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ കൊടുക്കുമ്പോൾ ഒരു 11% ആണ് നമ്മുടെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളെ പഠിച്ചു. അതായത് ഒരു ലൈനല്ലേടാ, ആരൊക്കെ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും. ബേസിക് കസ്റ്റം ഡ്യൂട്ടിയെ പറ്റി പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ആരെയും പറ്റി പഠിക്കണം? സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റിയും പഠിക്കണം. സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാം. പിടിച്ചോ വന്ന് സോഷ്യൽ വെൽഫെയർ സർചാർജ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ വെൽഫെയർ സർചാർജ് വിത്ത് എഫക്റ്റ് ഫ്രം 2 February 2018. 2 February 2018 നമ്മളെ സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്നത്. ഇത് MCQ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് വരുന്നതിന് മുമ്പ് ഇവിടെ എഡ്യൂക്കേഷണൽ സെസ് ഉണ്ടായിരുന്നു, ഹയർ എഡ്യൂക്കേഷൻ സെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്, ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കസ്റ്റംസ് ആക്റ്റിലും ഉണ്ടായിരുന്നു. ആ കസ്റ്റംസ് ആക്റ്റിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആ സെസ്സിനെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്നത്. എന്ന് മുതൽ 2 February 2018 മുതൽ. ഓക്കെ അല്ലേ? 2 February 2018 മുതൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് എന്ത് വന്നത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം. എന്താണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ് നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈനാണ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സോഷ്യൽ വെൽഫെയർ സർചാർജ് എപ്പോഴും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആയിരിക്കും. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ 10% ആയിരിക്കും. ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി ആ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയെ നമ്മൾ മാറ്റിയിട്ട് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആക്കാൻ പോവാണ്. എന്താക്കാൻ പോകണ്ട? ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. നിങ്ങൾ പ്രശ്നമൊന്നും ആക്കണ്ട, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് എക്സ്ട്രാ പഠിക്കുന്നതേ ഉള്ളൂ. നോക്കി, സോഷ്യൽ വെൽഫെയർ സർചാർജ് ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമുക്കറിയാം ഇമ്പോർട്ടഡ് ഗുഡ്സിൽ നിന്നാണ് മേടിക്കുന്നത്. എന്തുകൊണ്ടാണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. ഓക്കെ, 10% ഓഫ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിങ് സർട്ടൺ ഡ്യൂട്ടീസ്. അതായത് കുറച്ച് ഡ്യൂട്ടികൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ടോട്ടൽ അതിൻ്റെ 10% ആണ്. ഓക്കെ അല്ലേ? അപ്പം ബേസിക് കസ്റ്റം ഡ്യൂട്ടി മാത്രമല്ല വരുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടെ വരും.
അവിടെ നമുക്ക് എന്തും കുറച്ച് ഐറ്റംസും കൂടെ വരും. പക്ഷേ ചിലതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും, ചില ഡ്യൂട്ടീസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ പറഞ്ഞില്ലേടാ 50 ഡ്യൂട്ടീസ് മൊത്തം ഒരു 8 എണ്ണം ഉണ്ടെന്ന്. ആ 8 എണ്ണത്തിൽ കുറേ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആഡ് ചെയ്യത്തുള്ളൂ. ആ ആഡ് ചെയ്തതിൻ്റെ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. എപ്പോഴും ബേസിക് കസ്റ്റമർ ഡ്യൂട്ടി മാത്രമേ വരത്തുള്ളൂ, വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. കുഴപ്പമില്ല, എങ്കിലും നമുക്ക് പഠിക്കാം. ആ എക്സ്ക്ലൂഡിങ് സർട്ടൻ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞില്ലേ, ആ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ. നമുക്ക് ആ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. അത് താഴെ എഴുതിയിട്ടുണ്ട് നോക്കി. ഫോളോയിങ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഓക്കെ അല്ലേ? ടോട്ടലി പറയുകയാണെങ്കിൽ മൊത്തം 1, 2, 3, 4, 5 5 ഉണ്ട്. ആ 5 എണ്ണത്തിന് നമ്മൾ ചെറുതാക്കി എഴുതിയേക്കാണ് 3 ആ 5 എണ്ണത്തിന് നമ്മൾ ചെറുതാക്കി എഴുതിയേക്കാണ് 3 ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ലൈൻ പഠിച്ചു. ആദ്യത്തെ ലൈൻ ആരൊക്കെയായിരുന്നു? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, അതിനെപ്പറ്റി പഠിച്ചു. ഇനി ഇതാ ഇവിടെ 2 നമ്മൾ ലൈൻ കൂടെ പഠിക്കും. നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന 2 ലൈനും കൂടെ ഉണ്ട്. എന്താ നോക്കി, സേഫ് ഗാർഡ് ഡ്യൂട്ടി ആൻഡ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ഇവർ രണ്ടും ലൈനാണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി എവിടെ വരുമോ അവിടെയൊക്കെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും വരും. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എവിടെ വരുമോ അവിടെയൊക്കെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും വരും. ഓക്കെ അല്ലേ? ഇവർ തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവന്മാർ 2 ലൈനാണ്. ഇവന്മാർ രണ്ടും അല്ല, ഇവനും ഇവളും ലൈനാണ്. ഇവനും ഇവളും ലൈനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ കോമൺ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കാണും. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം, പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോക്കി, നമ്മൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കസ്റ്റംസ് ഡ്യൂട്ടിക്കകത്ത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന 2 ഐറ്റംസ് ഏതൊക്കെയാണ്? നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും. ഓക്കെ, അടുത്ത് നോക്കി, CVD, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ്. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ പുതിയ പേരാണല്ലേ, ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണ്ട, നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 3 എണ്ണം എക്സ്ക്ലൂഡ് ചെയ്യുന്ന 3 എണ്ണം ഏതൊക്കെ? സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, മൂന്നാമത്തത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? അടുത്തേതാ നോക്കി, IGST. അടുത്ത ഏതാണ്? IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. അടുത്ത ലൈന് കിട്ടി. ഏതൊക്കെയാണ്? IGSTയും GST കോമ്പൻസേഷൻ സെസ്സും. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 3 ലൈൻ പഠിച്ചു. ഏതൊക്കെയാണ് പറ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും, അടുത്ത രണ്ടാമത്തെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും, അടുത്ത IGSTയും GST കോമ്പൻസേഷൻ സെസ്സും. അങ്ങനെ നമ്മൾ 3 ലൈൻ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റിയിട്ട് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞേ. സോഷ്യൽ വെൽഫെയർ സർചാർജ് 2 ഫെബ്രുവരി 2018 വന്നത്. നമ്മുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്സൊക്കെ അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്നത്. ആ സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും, എക്സ്ക്ലൂഡിങ് സർട്ടൻ ഡ്യൂട്ടി. കുറച്ച് ഡ്യൂട്ടീസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ആ എക്സ്ക്ലൂഡ് ചെയ്യുന്ന 5 ഡ്യൂട്ടീസാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഫോർ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ്, IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമ്മളിവിടെ 10% അല്ലേ പഠിച്ചത്. ഇനി കുറച്ച് ഐറ്റംസിന് ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഗോൾഡ്, സിൽവർ, ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ 3% ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. എത്ര പെർസെൻറ്റേജാ? 3%. നോക്കി, റേറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ഓൺ ഗോൾഡ്, സിൽവർ ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്ലേറ്റഡ് വിത്ത് പ്ലാറ്റിനം ഇൻ എനി ഫോം ഈസ് 3% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ എത്ര പെർസെൻറ്റേജ്? 3%. നോർമൽ നമ്മുടെ മേടിക്കുന്ന 10%-ന് പകരം ഗോൾഡിനും സിൽവറിനും ഒക്കെ ആണെങ്കിൽ ഏത് ഫോമിലായാലും അതിന് 3% ആയിരിക്കും എന്തെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നോ? നമ്മൾ ഈ സോഷ്യൽ വെൽഫെയർ സർചാർജ് പഠിച്ചപ്പോൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന 5 ഡ്യൂട്ടീസ് പഠിച്ചപ്പോൾ അതിനകത്ത് ഇതാ കിടക്കുന്ന GST. നാശം. GST മൊത്തം നമ്മൾ പഠിച്ച് തീർക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല, കുറേയൊക്കെ കുളമായി. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. ഇതാ കസ്റ്റംസിനകത്ത് പിന്നെയും വന്നു GST. നമുക്കിനിയിപ്പം ഇവിടുത്തെ GSTയുടെ ആ ഒരു പോർഷൻ പഠിക്കാം. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് GSTയും വരുമെന്ന് നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. അത് പഠിക്കാനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, അതിന് ഞാനിവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിളിന് മുമ്പ് ഇവിടെ നോട്ട് എഴുതിയേക്കാൻ നോക്കി. എന്താണെന്ന് നോക്കിയാൽ, നോ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഈസ് ലെവീഡ് ഓൺ എക്സ്പോർട്ട് ഗുഡ്സ്. അത് നമുക്കറിയാം. എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് എന്തില്ല? സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇല്ല. എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്പോർട്ട് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അതും എത്ര എണ്ണത്തിന്? 18 ഗുഡ്സുകൾക്ക്, 18 പ്രൊഡക്റ്റുകൾക്ക്. അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് അവർ സ്പെസിഫൈയും ചെയ്തിട്ടുണ്ട്. ആ റേറ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സ്പോർട്ട് ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, താഴെ പറയുന്ന എക്സാമ്പിൾ നോക്കിയേ. പെട്രോൾ. എന്താണ് പെട്രോൾ GSTയുടെ പരിധിയിൽ വരുന്നുണ്ടോ? പെട്രോൾ GSTയുടെ പരിധിയിൽ ഇതുവരെ വരുന്നില്ല. ഇനി അങ്ങോട്ട് നോട്ടിഫൈ ചെയ്താൽ വരും. അത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി പെട്രോളിന് ഇപ്പം വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി വരും. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് പെട്രോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഇനി അത് സെയിൽ ചെയ്യുന്ന സമയത്ത് VAT പേ ചെയ്യേണ്ടി വരും.
വാല്യൂ ആഡഡ് ടാക്സ് ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 ഐറ്റമാണ് ഇപ്പോഴും പെട്രോളിന് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേടാ. ഇനി നിങ്ങളൊന്ന് നോക്കി, ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കാൻ പോകാം. ഇനി നിങ്ങളൊന്ന് നോക്കി, നമ്മുടെ കയ്യിൽ പെട്രോളിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപ. നമ്മൾ 1000 രൂപയുടെ പെട്രോളാണ് മാനുഫാക്ചർ ചെയ്തത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലൊരു സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോൾ പെട്രോളാണ് GSTയുടെ പരിധിയിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഒരു 10% എക്സൈസ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്തു. അപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ വില എത്രയായി? 1100, 1100 റുപ്പീസ്, 1100 റുപ്പീസായി. ഓക്കെ, ഇനി നമ്മളത് സെയിൽ ചെയ്യാൻ പോകണം. സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് പേ ചെയ്യേണ്ടി വരും? വാറ്റ് പേ ചെയ്യേണ്ടി വരും. വാറ്റ് ഒരു 10% ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 110 റുപ്പീസ്, 110 രൂപ അഡീഷണൽ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില എത്രയാവും? 1210 രൂപ. 1210 രൂപ. നോക്കേടാ, 1000 രൂപയുള്ള പെട്രോൾ 10% എക്സൈസ് ഡ്യൂട്ടി കൊടുത്തു, 10% വാറ്റ് കൊടുത്തു. അങ്ങനെ ആയപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില 1210 രൂപയായി മാറി. ഓക്കെ അല്ലേ? അതേ സമയത്ത് പുറത്തുനിന്ന് ഒരുത്തൻ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ പെട്രോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാനുള്ള ചാർജും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്ത് വന്നപ്പോൾ ആ പെട്രോളിൻ്റെ വില 1000 രൂപ. ഇവിടുത്തെ പോലെ തന്നെ സെയിം വാല്യൂ 1000 രൂപ. ഓക്കെ അല്ലേ? ഇവിടെയാണെങ്കിൽ 10% എക്സൈസ് ഡ്യൂട്ടിയും 10% വാറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ വില 1210 ആയി. ഇവിടെയാണെങ്കിലോ 1000 രൂപയേ ഉള്ളൂ. അവൻ 1000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി നോക്കി നമ്മുടെ നാട്ടുകാരുടെ ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നോക്കി. 1210 രൂപയ്ക്ക് നാടൻ സാധനം കിട്ടുന്നു, 1000 രൂപയ്ക്ക് ഫോറിൻ സാധനം കിട്ടുന്നു. നമ്മൾ ഏതേ മേടിക്കൂ? എന്തായാലും നമ്മൾ വില കുറഞ്ഞതേ മേടിക്കും, നാടനായാലും ഫോറിനായാലും. ഇനി ഫോറിനും കിട്ടുന്നുണ്ട്, അത് വില കുറച്ചുമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതേ മേടിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിൽ കച്ചവടം ഇല്ലാതാവും, നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രി നശിക്കും, ഡെവലപ്മെൻറ്റ് കുറയും. ഓക്കെ അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ ആൾക്കാരെല്ലാം പറഞ്ഞു അതൊന്നും പറ്റൂല, നിങ്ങൾ നോക്കിയേ, ഞങ്ങൾക്ക് ഇവിടെ 1000 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത സാധനം അവന്മാർ 1000 രൂപയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഞങ്ങൾ ടാക്സ് എല്ലാം പേ ചെയ്ത് വന്നപ്പോൾ 1210 രൂപ, അത് പറ്റൂല. ഒരു കാര്യം ചെയ്യ്, ഈ ടാക്സ് അങ്ങ് ഒഴിവാക്കിത്താ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു ഇല്ലില്ല, ഒരു വട്ടം ഞങ്ങൾ ടാക്സ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ടാക്സ് ഒന്നും ഒഴിവാക്കി തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഇവന്മാർക്കും കൂടെ ടാക്സ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ് പേ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാർ പ്രശ്നം ഉണ്ടാക്കും. അതെങ്ങനെ? മാനുഫാക്ചറോ പ്രൊഡക്ഷനോ ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത്, നിങ്ങളുടെ റൂളിനകത്തുണ്ട്, ആക്ടിനകത്തുണ്ട്. ഞങ്ങൾ എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യൂല. ഇനി ആ ഒരു സാധനം സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് വാറ്റ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ വാറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ അവന്മാർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ആയപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയുടെ നമ്മൾ നോക്കി, നാട്ടിലെ സാധനത്തിന് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഫോറിൻ സാധനത്തിന് എക്സൈസ് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വരുന്നില്ലേ? അതിനെ കൗണ്ടർ വൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂട്ടിയെ പറയുന്ന പേരാണ് കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1. എക്സൈസ് ഡ്യൂട്ടിയെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി സെക്ഷൻ 3 സബ്സെക്ഷൻ 1. ഓക്കെ അല്ലേ? അതുപോലെ വാറ്റിൻ്റെ ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ വാറ്റിൻ്റെ അതേ ഒരു വാല്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 5. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോൾ കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 അതായത് വാറ്റിന് പകരം കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെ നമ്മൾ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് വിളിക്കാറുണ്ട്, SAD എന്ന് വിളിക്കാറുണ്ട്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സത്യത്തിൽ നമ്മൾ പറയാൻ പോണ എക്സാമ്പിൾ ഇതല്ലായിരുന്നു. അടുത്ത പറയാൻ പോണ എക്സാമ്പിളാണ് സത്യത്തിൽ നമ്മൾ പറയേണ്ടത്. പക്ഷേ അത് പറയുമ്പോൾ അതേ സിമിലർ ആണ് ഈ സാധനം. അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതിവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞ്, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സുമായിട്ട് ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അത് ടാക്സിൻ ഡിഫറൻസ് ആണെങ്കിൽ ആ ഡിഫറൻസ് മാറ്റാൻ വേണ്ടിയിട്ട്, ആ എക്സൈസ് ഡ്യൂട്ടിയുടെ ആ ഒരു ഇമ്പാക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ കൗണ്ടർ വൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർ വൈലിംഗ് ഡ്യൂട്ടി. അതിൻ്റെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ആണ്, അത് എക്സൈസിന് പകരം. ഇനി നമ്മുടെ വാറ്റിനെ കൗണ്ടർ വെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഡ്യൂട്ടി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി സെക്ഷൻ 3 സബ്സെക്ഷൻ 5 അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് വിളിക്കും. എപ്പോഴും സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്നാണ് വിളിക്കുന്നത്. പ്രശ്നമില്ലല്ലോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പഠിക്കും. ഈ സെക്ഷനിലും കാര്യങ്ങളും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പഠിക്കും. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇന്ന് നമ്മൾ ആ GSTയുടെ പോർഷനും കൂടെ പഠിച്ചു തീർക്കും. നമ്മൾ പറഞ്ഞില്ലേ IGST ഉണ്ടെന്ന്. ആ IGSTയും GST കോമ്പൻസേഷൻ സെസ്സും കൂടെ പഠിക്കും. ആ 2 ലൈനും കൂടെ പഠിച്ചു തീർത്ത് 2 പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കത്തുള്ളൂ. പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് പഠിക്കാനുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് ഓക്കെയാണ്. നമ്മൾ എന്തായാലും പഠിക്കും, 20 മാർക്ക് മേടിക്കും. നമ്മൾ ഈ വട്ടം തന്നെ പാസ്സാവും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൊബാക്കോ. എന്താണ് ടൊബാക്കോ? നോക്കി, GST പഠിച്ചപ്പോൾ നമ്മൾ അവിടെ കുറേ പ്രാവശ്യം കേട്ടു ടൊബാക്കോ എന്ന്. എന്തൊരു എക്സംഷനോ അല്ലെങ്കിൽ എന്തൊരു ഇളവോ വന്നു കഴിഞ്ഞാൽ അത് അവിടെ എഴുതിയേക്കും,
ഈ ടുബാക്കോ അതുപോലുള്ള കുറേ ലക്ഷറി പ്രൊഡക്റ്റുകളുണ്ട്, അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് മാത്രമേ ഈ കുറഞ്ഞ റേറ്റിൽ ടാക്സ് മേടിക്കൽ അല്ലെങ്കിൽ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കൽ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ. അപ്പോൾ നോക്കി, ഈ ടുബാക്കോക്ക് എന്തുണ്ട്? എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴും പേ ചെയ്യണം, GSTയും പേ ചെയ്യണം. നോക്കിയുടെ ഇവിടെ ടുബാക്കോ ഡൊമസ്റ്റിക്കിലാണെങ്കിൽ 1000 രൂപയാണ് അതിൻ്റെ വില. അതിന് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി 10% പേ ചെയ്യേണ്ടി വരുന്നു, ഒരു 100 രൂപ. എക്സൈസ് ഡ്യൂട്ടി 10% പേ ചെയ്യേണ്ടി വന്നു, 100 രൂപ. അപ്പോൾ 1110 അവിടെ എന്ത് വരും? GST വരും. ഓർമ്മയുണ്ടോ? വരും. എക്സൈസ് ഡ്യൂട്ടി ഒരു ലക്ഷറി പ്രൊഡക്റ്റ് പോലെ ഒരു പ്രൊഡക്റ്റാണ്, അവിടെ GST വരും. എത്ര പെർസെൻറ്റേജിൽ? ഹൈ റേറ്റിലാണ്, 28% വരുന്നത്. ഓക്കെ, ആ 28% നമ്മൾ GST കൂടി പേ ചെയ്യുമ്പോൾ അവിടെ 308 രൂപ GSTയും പേ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വില എത്രയാവും? 1408 രൂപ. 1408 രൂപ. അതേ ഇപ്പുറത്തെ സമയത്ത് ഇപ്പുറം നോക്കി, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, 1000 രൂപയാണ്. ഇവിടെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതിനെ കൗണ്ടർ വെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സൈസ് ഡ്യൂട്ടിക്ക് പകരം കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അവിടെ 100 രൂപ നമ്മൾ പേ ചെയ്തു, 1110 രൂപയായി. പക്ഷേ GSTക്ക് പകരം നിങ്ങളൊരു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഒന്നും ഇവിടെ വരെ കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മുടെ ഗവൺമെൻറ് പറയാണ്, ഇനി വരെയാണ് ഞങ്ങൾക്ക് ഡൊമസ്റ്റിക്കാരെ പിടിച്ചു നിർത്തണം. അവന്മാർ ഇവിടെ GST പേ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സും എന്ത് ചെയ്യണം? GST പേ ചെയ്യണം. അതിൻ്റെ പേര് IGST at 28%, അതായത് അറ്റ് സെയിം റേറ്റ്. നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് എത്ര രൂപയാണോ GST പേ ചെയ്യുന്നത് അതേ റേറ്റിന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? IGSTയും പേ ചെയ്തിരിക്കണം. മനസ്സിലായോ? IGST എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? IGSTയും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒരു ഡൊമസ്റ്റിക് ഗുഡ്സ് GST പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലുള്ളൊരു ഗുഡ്സ് നമ്മൾ ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡൊമസ്റ്റിക് ഗുഡ്സിന് എത്ര പെർസെൻറ്റേജ് GST ആണോ നമ്മൾ പേ ചെയ്യേണ്ടി വരിക അത്രയും സെയിം പെർസെൻറ്റേജിൽ തന്നെ നമ്മളിവിടെ എന്ത് പേ ചെയ്യേണ്ടി വരും? IGST പേ ചെയ്യേണ്ടി വരും. IGST പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലൈൻ്റെ ഒരാളെ പഠിച്ചു. ആര്? IGST എങ്ങനെ പറയുന്നത് പഠിച്ചു. ഇനി IGST കോമ്പൻസേഷൻ സെസ്സോ, അതായത് നമ്മുടെ കുറേ ലക്ഷറി പ്രൊഡക്റ്റ് ഇല്ല, അതായത് ഹൈ എൻഡ് കാർസ്, നമ്മൾ വല്ല ബെൻസ്, റോൾസ് റോയ്സ്, ബെൻലി ഇങ്ങനെയുള്ള എമണ്ട അടിപൊളി കാറുകൾ, മിനി കൂപ്പറൊക്കെ നമ്മൾ ഫോറിനിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലുള്ള ഒരുപാട് ലക്ഷറി പ്രൊഡക്റ്റുകളൊക്കെ ഇല്ലേ, ആ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ IGSTയോടൊപ്പം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സെസ്സും കൂടി കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരാണ് എന്ത്? GST കോമ്പൻസേഷൻ സെസ്. ലക്ഷറി പ്രൊഡക്റ്റിൽ ഹൈ എൻഡ് കാർസ് അതുപോലുള്ള ഒരുപാട് ലക്ഷറി പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ GST കോമ്പൻസേഷൻ സെസ് പേ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയൊരു സാധനം ഇവിടെ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി തീർന്നു. നമുക്ക് പഠിക്കാം. നോക്കി, IGST under section 3 subsection 7 of Customs Tariff Act with effect from 1/7/2017. with effect from 1/7/2017. നമ്മൾ GST വന്നത് എന്നാന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, നോക്കാം. Any articles which is imported into India, നമ്മൾ പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ shall be liable to IGST at such rate leviable under section 5 of IGST Act 2017 on a like article on its supply in India. അതായത് on it like article, അതായത് അതുപോലുള്ള ആർട്ടിക്കിളിന് ഇന്ത്യയിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ IGST Act 2017 സെക്ഷൻ 5 പ്രകാരം ടാക്സ് പേ ചെയ്യേണ്ടി വന്നാൽ, GST പേ ചെയ്യേണ്ടി വന്നാൽ അതേ സെയിം റേറ്റിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് എന്ത് വേണ്ടി വരും? IGST പേ ചെയ്യേണ്ടി വരും. ഒരു കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മാക്സിമം 40%. നമുക്കറിയാം എപ്പോഴും IGSTയുടെ മാക്സിമം 40% ആയിരിക്കും. അത് നമ്മൾ GST പഠിച്ചപ്പോഴൊക്കെ പഠിച്ചാൽ ഇവിടെ ഒന്നും പറഞ്ഞ് നമ്മളെ കുളവാക്കാനും പറ്റിക്കാനൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ IGST കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? നോക്കി, IGST is equal to percentage of എന്ത്? അസസബിൾ വാല്യൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 1000 എന്നൊക്കെ പറഞ്ഞ ഡ്യൂട്ടി ഇല്ലേ, ആ അസസബിൾ വാല്യൂ. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി വന്നാൽ അവൻ്റെ ലൈനെ നമ്മൾ പറയണം. അവൻ്റെ ലൈൻ ആരാണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇട്ടേ. അടുത്ത ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി വന്നാൽ അവൻ്റെ ലൈനും വേണം. ആരാ? സേഫ് ഗാർഡ് ഡ്യൂട്ടി. അപ്പോൾ അത് വിട്ടു. അപ്പോൾ നോക്കി, ഇവിടെ 2 ലൈനും വരും, നമ്മുടെ അസസബിൾ വാല്യൂയും വരും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? IGST എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ GST കോമ്പൻസേഷൻ സെസ് കൂടി പഠിക്കാം. സെയിം തന്നെയാണ്. നോക്കി, GST കോമ്പൻസേഷൻ സെസ് അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ A ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975. IGST അല്ല, വെറും GST കോമ്പൻസേഷൻ സെസ് വിൽ ബി ചാർജ് ഓൺ ലക്ഷറി പ്രൊഡക്ട്സ് ലൈക്ക് ഹൈ എൻഡ് കാർസ് ആൻഡ് ഡിമെറിറ്റ് കമ്മോഡിറ്റീസ് ലൈക്ക് പാൻ മസാല, ടൊബാക്കോ എക്സെട്ര. അങ്ങനെയുള്ള ഗുഡ്സിനൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പൻസേഷൻ സെസ് ഈടാക്കുന്നത്. ഓക്കെ അല്ലേ? അതും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? IGST കോമ്പൻസേഷൻ സെസ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് ആനുവൽ അസസബിൾ വാല്യൂ. ഓക്കെ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി
ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് എന്തും വേണം, അവൻ്റെ ലൈനായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സർചാർജും വരണം. ഓക്കെ, അവിടെ നോക്കി ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്നാൽ അവൻ്റെ ലൈനായിട്ടുള്ള എന്ത് സേഫ് ഗാർഡ് ഡ്യൂട്ടിയും വരണം. അപ്പോൾ 2 ലൈനും വരും, അവൻ്റെ നമ്മുടെ ആനുവൽ അസസബിൾ വാല്യൂം വരും. ഇവിടെ അത് തന്നെയല്ലേ, 2 ലൈനും അസബിൾ വാല്യൂ, 2 ലൈനും അസബിൾ വാല്യൂ. അപ്പോൾ നോക്കി നമ്മൾ IGST എവിടെ ഓർത്തോ അവിടെ നമ്മൾ GST കോമ്പൻസേഷൻ സെസ് ഓർക്കണം. കാരണം IGST എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, IGST ഏത് ഫിഗറിൻ്റെ മണ്ടയിലാണോ പെർസെൻറ്റേജ് എടുക്കുന്നത് അതേ ഫിഗറിൻ്റെ മണ്ടയിലായിരിക്കും ആ കോമ്പൻസേഷൻ സെസ്സിൻ്റെയും പെർസെൻറ്റേജ് എടുക്കുന്നത്. നമുക്കൊരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. പ്രശ്നമില്ലല്ലോ, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് IGST നോട്ട് ആഡഡ്. ഇതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യില്ല, IGST ആഡ് ചെയ്യൂല. അതുകൊണ്ട് ആദ്യമേ നമ്മൾ IGST ആയിരിക്കും ഇവിടെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. IGST ഈ സാധനങ്ങൾ ആദ്യമേ നമ്മുടെ 2 ലൈൻ ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ ചാർജ്, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി, ഇവന്മാർ 2 കൂടെ ആഡ് ചെയ്തിട്ട് അസബിൾ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, IGST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേ സെയിം സാധനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും എന്ത് പറയുന്നത്, നമ്മുടെ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവന്മാർ 2 ലൈനാണെന്ന്. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ താഴെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്, നോക്കി. ITC ക്യാൻ ബി അവൈൽഡ് ഓൺ GST കോമ്പൻസേഷൻ സെസ് പെയ്ഡ് ഓൺ ഇൻവേർട്ട് സപ്ലൈ. അതായത് നമ്മുടെ IGST പേ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻവേർട്ട് സപ്ലൈക്ക് ആണെങ്കിൽ എന്തെടുക്കാം, നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. നമ്മൾ GSTയിൽ പഠിച്ച സാധനം എടാ ഒന്നുമില്ല, IGST പേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവേർട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ GSTയിൽ എന്തെടുക്കൂടാ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കത്തില്ലേ, അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിട്ട് തന്നേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. പക്ഷേ ഈ പഠിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് കുറച്ചും കൂടെ ടഫൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിന് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. സപ്പോസ് അസസബിൾ വാല്യൂ ഇൻക്ലൂഡിങ് ലാൻഡിംഗ് ചാർജസ് ₹100. ഏതാണ്ടൊരു ഗുഡ്സോ സാധനങ്ങൾ എന്തോ ഉണ്ട്, അതിൻ്റെ അസബിൾ വാല്യൂ ലാൻഡിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര രൂപയായി? ഒരു 100 രൂപയായി. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 10%. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10% ആണ്. ഓക്കെ, അടുത്ത IGST 12%, സോഷ്യൽ വെൽഫെയർ സർചാർജ് 10%. തരണോ? തരണ്ട. തന്നില്ലെങ്കിലും നമ്മൾ എടുക്കും. കമ്പ്യൂട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് IGST. കസ്റ്റം ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുക, IGST കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമേ നമുക്ക് എഴുതാം കാൽക്കുലേഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് IGST. വൃത്തിയായിട്ടൊക്കെ ടേബിളൊക്കെ വരച്ച് നന്നായിട്ടൊക്കെ എഴുതണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ അസബിൾ വാല്യൂ എഴുതാം. അസബിൾ വാല്യൂ ഞാൻ ഷോർട്ടായിട്ട് എഴുതിയാണ്. എമൗണ്ട് എത്ര? അസബിൾ വാല്യൂ 100 രൂപ എഴുതിയില്ലേ? ഇതിനോടൊപ്പം നമ്മൾ ആദ്യമേ ചെയ്യുന്നതാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇവിടെ എത്ര പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്? 10%. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണേ എന്തിൻ്റെ 10%? 100 × 10%, 10 രൂപ എടുത്തേ. ഇനി ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടെ എടുക്കുന്ന ഐറ്റം ഏതാണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം സോഷ്യൽ വെൽഫെയർ സർചാർജ്. എത്ര പെർസെൻറ്റേജ്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ എത്ര പെർസെൻറ്റേജ്? 10%. അങ്ങനെയാണെങ്കിൽ 10 രൂപയുടെ 10% ആയിട്ടുള്ള 1 രൂപ എടുത്തില്ലേ? ഇനി വേറെ എന്തെങ്കിലും വരുമോ? വേറെ ഇനി വരുന്ന IGST ആണ്. ഓക്കെ, IGST നമ്മൾ എന്തിൻ്റെയൊക്കെ പെർസെൻറ്റേജ് എടുക്കുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചു പെർസെൻറ്റേജ് ഓഫ് അസബിൾ വാല്യൂ ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട് അസബിൾ വാല്യൂ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഉണ്ട്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്നാൽ അവൻ്റെ ലൈനായിട്ടുള്ള എന്ത് സോഷ്യൽ വെൽഫെയർ സർചാർജും വരും. പിന്നെ ഒരു പേര് ലൈനും കൂടെ ഉണ്ട്. ഏതാ? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടിയും. ഇവിടെ രണ്ടിനെയും പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കസ്റ്റം ഡ്യൂട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കസ്റ്റം ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് എത്രയാണ്? 100, 110, മൊത്തം കൂടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 11 രൂപ. 11 രൂപയാണ് നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരുന്നത്? കസ്റ്റംസ് ഡ്യൂട്ടി. പ്രശ്നമില്ലല്ലോടാ. കസ്റ്റം ഡ്യൂട്ടിയുടെ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് എത്രയാണ്? 11 രൂപ. അതായത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10 രൂപയും സോഷ്യൽ വെൽഫെയർ സർചാർജ് ആയിട്ട് 1 രൂപയും. പ്രശ്നമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് IGST കാൽക്കുലേറ്റ് ചെയ്യാം. IGST ഈസ് ഈക്വൽ ടു നമ്മൾ എന്തിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് അസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പ്ലസ് എന്ത്? സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇവന്മാർ 2 പേരും ഇല്ല, ബാക്കി 3 പേരുണ്ട്. 3 പേരും കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടും നമുക്ക്? 3 പേരും കൂടെ കൂട്ടുമ്പോൾ 100, 110, 111 രൂപ. 111ൻ്റെ എത്ര പെർസെൻറ്റേജ് IGST പറഞ്ഞിരിക്കുന്നത്? 12% ഇൻറ്റു 12%. 111 രൂപയുടെ 12% എന്ന് പറഞ്ഞാൽ എത്ര വരും? 13.32. പ്രശ്നമല്ലോ. വൃത്തിയായിട്ട് എഴുതിക്കൂടെ? നന്നായിട്ട് എഴുതിക്കൂടെ? നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടത്തില്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ആ ITC ഒക്കെ വരുന്ന മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ നേരത്തെ ITCയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേടാ, ആ ITC ഒക്കെ വരുന്ന മോഡൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. താഴെ കിടപ്പുണ്ട്, കാണാൻ പറ്റുന്നില്ലേ?
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം. എക്സ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ഇമ്പോർട്ട്സ് റോൾസ് റോയ്സ് കാർ. ഏതോ കിടിലൻ കമ്പനിയാണ്, അവർ കുറച്ച് റോൾസ് റോയ്സ് കാർ ഇമ്പോർട്ട് ചെയ്യാണ്. ഫോർ പ്രൊവൈഡിങ് ഔട്ട്പുട്ട് സർവീസസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അതായത് എക്സ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്, അവരുടെ പരിപാടി എന്താ? ട്രാൻസ്പോർട്ടേഷനാണ്. അങ്ങനെയാണെങ്കിൽ അവർ റോൾസ് റോയ്സ് കാർ മേടിക്കുക കഴിഞ്ഞാൽ അവരെ ഇൻവേർട്ട് സപ്ലൈ അല്ലേ അത്? അവരെ ഔട്ട്പുട്ട് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളല്ലേടാ കാറ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും IGST പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതോടുകൂടി അത്രയും മനസ്സിലായില്ലേ? ഒന്നും കൂടെ പറയാം, GSTയുടെ സെയിം സാധനം തന്നെയാണിത്. എന്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി റോൾസ് റോയ്സ് കാർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെടുക്കാം? IGST എടുക്കാം. കാരണം ഇൻവേർട്ട് സപ്ലൈ അല്ലേ? ഇൻവേർട്ട് സപ്ലൈ എന്തിനു വേണ്ടിയിട്ട്? ഔട്ട്വേർട്ട് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പേ ചെയ്യുന്ന GST നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ITC ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ പെർട്ടിക്കുലേഴ്സ്. കോസ്റ്റ് ഓഫ് കാർ 3 crores. 3 കോടി രൂപയുടെ കാറാണ്, അടിപൊളി. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ 3 crore ആണ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10% ആണ്. IGST 28%. കോമ്പൻസേഷൻ സെസ് 28%. അപ്പോൾ ഇവിടെ എന്തുണ്ട്? കോമ്പൻസേഷൻ സെസ് ഉണ്ട്. കാരണം കാർ എന്ന് പറയുന്ന ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ടായിരിക്കും കോമ്പൻസേഷൻ സെസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? നമ്മുടെ കസ്റ്റം ഡ്യൂട്ടിയുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈനുണ്ട്. ആരാണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കി, ഇവിടെ പേ ചെയ്യുന്ന IGSTയും ഈ കോമ്പൻസേഷൻ സെസ്സും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻവേർട്ട് സപ്ലൈക്ക് വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ പുറത്തോട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇൻപുട്ടായിട്ടല്ലേടാ കാർ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ITC അവൈൽ ചെയ്യാം. ഓക്കെ. എക്സ് ലിമിറ്റഡ് ഈസ് എലിജിബിൾ ടു ടേക്ക് ITC. അവന്മാർ പറഞ്ഞിട്ടുണ്ട് എക്സ് ലിമിറ്റഡ് എലിജിബിൾ ഫോർ ടേക്കിംഗ് ITC ആണ്. ഹാസ് ഔട്ട്പുട്ട് IGST ലയബിലിറ്റി ഫോർ 120 lakh, 1 crore 20 lakh, 1,20,00,000 രൂപയുടെ ഔട്ട്പുട്ട് IGST ലയബിലിറ്റി ഉണ്ട്. കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ടുവേഴ്സ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് GST. കസ്റ്റം ഡ്യൂട്ടിയും കണ്ടുപിടിക്കുക, GSTയും കണ്ടുപിടിക്കുക. അതായത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു GST കിട്ടും, കിട്ടത്തില്ലേ? ആ GST നമ്മൾ എത്രയാണോ പേ ചെയ്യുന്നത് അത് ഇതിൽ നിന്നും കുറച്ചുള്ള, അത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ GSTയിൽ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ഒന്നും കൂടെ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ വൃത്തിയായിട്ട് എഴുതുക. ഞാൻ എഴുതിയതുപോലല്ല, നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് എഴുതാം. കാൽക്കുലേഷൻ ഓഫ് കസ്റ്റം ഡ്യൂട്ടി ആൻഡ് GST. എഴുതിക്കൂടെ? ആദ്യമേ നമുക്ക് എന്ത് എഴുതാം? കോസ്റ്റ് ഓഫ് കാർ, അതാണ് നമ്മുടെ അക്സസിബിൾ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 crores. 3 crores എന്ന് പറഞ്ഞാൽ 1 2 3 ആയില്ലേ? 1 10 100 1000 10,000 lakh 10 lakh crore 3 crores rupees. ഓക്കെ, എഴുതി. ഇനി നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ട? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജ് ആണ് അവർ തന്നിട്ടുണ്ട്? എത്ര പെർസെൻറ്റേജ്? 10%. 10%. എത്ര വരും? 30 lakhs, 30 ലക്ഷം. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എവിടെ വന്നാലും അവൻ്റെ ലൈൻ വരും. എന്താണ്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. എത്ര പെർസെൻറ്റേജാണ്? ഒന്നും പറഞ്ഞില്ലെങ്കിൽ 10%. എന്തിൻ്റെ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആയിട്ടുള്ള 30 lakhൻ്റെ. അങ്ങനെയാണെങ്കിൽ ഒരു 3 lakh ഇവിടെ വന്നു. കഴിഞ്ഞോ? അപ്പോൾ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ബാക്കി IGSTയും കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി എത്ര വരും? മൊത്തം കൂടെ നമ്മൾ ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന എത്രയാണ്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഒരു 30 ലക്ഷം പേ ചെയ്യേണ്ടി വരും. സോഷ്യൽ വെൽഫെയർ സർച്ചായിട്ട് ഒരു 3 ലക്ഷം പേ ചെയ്യേണ്ടി വരും. ഇനി ഇത് കൂടാതെ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന IGSTയും കോമ്പൻസേഷൻ സെസ് മാത്രമേ ഉള്ളൂ. അടുത്ത ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും മറ്റേ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയും കാര്യങ്ങളും വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും വിടില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കാം. എത്ര കിട്ടും? 3 crore 33 lakh എന്ന് കിട്ടും. 3 crore 30 lakh. ഓക്കെ അല്ലേ? ഇനി ഈ എമൗണ്ടിൻ്റെ പുറത്തല്ലേ നമ്മൾ IGST കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 crore 33 lakhൻ്റെ, അതായത് ടോട്ടൽ അക്സസിബിൾ വാല്യൂൻ്റെ കൂടെ നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ കൂടിയതിൻ്റെ പെർസെൻറ്റേജ്? കാരണം നമുക്കിവിടെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയോ നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. GST കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമല്ലേ. നമുക്കിനി GST കണ്ടുപിടിക്കാം. IGST എത്ര പെർസെൻറ്റേജ്? 28%. എന്തിൻ്റെ 28%? 3 crore 33 lakhൻ്റെ. ഓക്കെ, 3 crore 33 lakhൻ്റെ 28% എന്ന് പറഞ്ഞാൽ 93,24,000. ഓക്കെ അല്ലേ? 93,24,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? നേരെ കോമ്പൻസേഷൻ സെസ് കണ്ടുപിടിക്കാം.
അടുത്ത കോമ്പൻസേഷൻ സെസ് അതും പറഞ്ഞിട്ടുണ്ട്. എത്ര? 28%. എന്തിൻ്റെ 28%? ഇതും കൂടെ ആഡ് ചെയ്ത എമൗണ്ടിൻ്റെ ആണോ? അല്ല. IGSTയുടെ ആണോ? അല്ല. എന്തിൻ്റെ തന്നെ? നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ടിൻ്റെ തന്നെ. അതായത് നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും അസബിൾ വാല്യൂവും സോഷ്യൽ വെൽഫെയർ സർചാർജും ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയതിൻ്റെ പെർസെൻറ്റേജ്. അതായത് IGST കണ്ടുപിടിക്കാനെടുത്ത എമൗണ്ട് ഏതാണോ അതിൻ്റെ തന്നെ പെർസെൻറ്റേജ്. അതും എത്ര വരും? 33 ലാഖിൻ്റെ എത്ര? 28%. സെയിം എമൗണ്ട് തന്നെയല്ലേ വരുന്നത്? എത്രയാണ് വരുന്നത്? 28% ആണോ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്? 20% ആണോ? 28%. ഓക്കെ. എത്ര വരും? 93,24,000. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കിയടാ, നമ്മൾ ഇത്രയും എമൗണ്ട് പേ ചെയ്തു. GST ഇനത്തിൽ നമ്മൾ 93,24,000 റുപ്പീസ് നമ്മൾ പേ ചെയ്തു. ഓക്കെ അല്ലേ? 93,24,000 റുപ്പീസ് പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ITC അവൈൽ ചെയ്തൂടെ? നമ്മളിവിടെ ടോട്ടൽ പേ ചെയ്യേണ്ടി വരുന്ന ITC എത്രയാണ്? നമുക്കിവിടെ എഴുതാം. നമ്മൾ ടോട്ടലി പേ ചെയ്യേണ്ടി വരുന്ന ITC അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.2 crores. 1.1 crore 20 lakh. നമ്മൾ പേ ചെയ്ത ITC എത്രയാണ്? പേ ചെയ്ത ടാക്സ് എത്രയാണ്? 93,24,000. അത് കുറച്ച് കളയുമ്പോൾ ബാക്കി എത്ര വരും? ഒരു 26,76,000. ഇത്ര രൂപയാണ് നമ്മൾ GST ഇനത്തിൽ പേ ചെയ്യേണ്ടി വരുന്നത്. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത ബാക്കി 8 പഠിക്കാനില്ലടാ. നമ്മൾ എത്ര പഠിച്ചു? 4 പഠിച്ചു. അപ്പോൾ ഇനി ബാക്കി 4 കൂടെ ഉള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മൊത്തം പഠിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.